നിന്റെ ഭാര്യനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, നിന്റെ പെങ്ങളെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, നിന്റെ ഉമ്മാനെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, ഉമ്മന്റെ അനുജത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ, ഉമ്മന്റെ ജേട്ടത്തിയെ കൂട്ടിയിട്ട് സെൽഫി എടുത്തോ. അതേ സ്ഥാനത്ത് നിന്റെ ജേട്ടന്റെ ഭാര്യനെ കൂട്ടി സെൽഫി എടുക്കരുത്, അനുജന്റെ ഭാര്യനെ തൊട്ടിട്ട് സെൽഫി എടുക്കരുത്. കാരണം ഇസ്ലാം അവരെ കാണാനോ തൊടാനോ അനുവദിച്ചിട്ടില്ല. ഭാര്യന്റെ അനുജത്തിന്റെ കൂടെയോ പറ്റൂല മുസ്ലിമേ, ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ പറ്റൂല മുസ്ലിമേ, ഭാര്യന്റെ അനുജത്തിയുടെയോ ഭർത്താവിന്റെ അനുജന്റെ കൂടെയോ കാണലോ തൊടലോ ഇസ്ലാം അനുവദിച്ചിട്ടില്ല. നിനക്ക് കാണാനും തൊടാനും പറ്റുന്നവരെ കൂടെ നീ ചിത്രമെടുത്തോളൂ, വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അന്യ പുരുഷൻ കാണാൻ നീ എന്തുകൊണ്ട് പോയി വെക്കരുത്? നിന്റെ ചിത്രം പരസ്യത്തിന് വെക്കരുത്. നിന്റെ ചിത്രം മറ്റുള്ളവര് നോക്കിയിട്ട് ഇതെന്തൊരു ഭംഗിയുള്ള കുട്ടിയാണ് എന്ന് പറയാനാണോ? ചോദിക്കട്ടെ പെങ്ങളെ, നിന്റെ ഭംഗി അവൻ പറഞ്ഞതുകൊണ്ട് നിനക്ക് എന്ത് കിട്ടാനാണ്? അതുകൊണ്ട് നിനക്ക് എന്ത് ലാഭമാണ്? നീങ്ങനെ ഭംഗി കാണിച്ചിട്ട് അവസാനം നിനക്ക് കിട്ടാനുള്ളത് എന്താണ്? 4 ലൈക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? 4 ഫോളോവേഴ്സ് കൂടുതൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ? മുസ്ലിയാരെ, എന്റെ ജീവിതത്തിന്റെ വഴിയാണ്, എനിക്ക് 4 സബ്സ്ക്രൈബ്സ് കൂടിയിട്ട് വേണം ജീവിക്കാൻ, ശമ്പളം കിട്ടാൻ. ചോദിക്കട്ടെ മുസ്ലിമേ, എന്തൊക്കെയോ നിന്റെ ഈ ഭാര്യനെ കൂട്ടിയിട്ട് അഭിനയിച്ച് കാണിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ഗതിയോട് നീ നിന്റെ ജീവിതത്തിൽ സമ്പാദിച്ചോ? അല്ലാഹ് എന്തൊക്കെ നിനക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്, എന്തൊക്കെ അനുവദിച്ച പ്രവർത്തനങ്ങളുണ്ട്, ഹലാലായ എന്തൊക്കെ ജോലികളുണ്ട്, അല്ലാഹ് അനുവദിച്ചു തന്ന എന്തൊക്കെ ജോലികൾ ലോകത്ത് പറയാനുണ്ട്. എന്നിട്ട് അല്ലാഹ് അനുവദിക്കാത്ത ജോലി എടുക്കണം എന്ന് ചിന്തിച്ചിട്ട് അഭിമാനം പറയുന്ന ഭാര്യയും ഭർത്താക്കന്മാരും റിയൽ ലോകത്ത് ജീവിക്കുന്നവരാ. അവരെ ജീവിതം റിയലാണോ? ഒരിക്കലുമല്ല.